طيبا مباركا فيه، واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന ജഗനിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ഒക്കെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു, പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുന്നു. തകല്ലംനാ ഫിൽ ഖുത്ബത്തിൽ മാദിയ عن هجرة النبي صلى الله عليه وسلم وأصحابه معه إلى الحبشة، ثم أيضا إلى الحبشة وإلى المدينة. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സന്തത സഹചാരികൾ നാട്ടിൽ നിന്ന് പലായനം ചെയ്ത് പ്രവാസ ജീവിതം അനുഭവിച്ച ആ വിഷയമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചത്. അതിനോട് തുടർന്നുകൊണ്ട് തന്നെ ഏതാനും കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്. ഇസ്ലാമിന്റെ ആരംഭകാലം, ബദൽ ഇസ്ലാം ഗരീബ, ഇസ്ലാം ആരംഭിക്കുന്നത് അപരിചിതത്തോടു കൂടിയാണ്. സ്വീകരിക്കാൻ ധാരാളം ആളുകളില്ല, വരവേൽക്കാൻ എമ്പാട് സൗകര്യങ്ങളില്ല. അങ്ങനെയുള്ള വല്ലാത്തൊരവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ആരംഭം കുറിക്കപ്പെടുന്നത്. പിന്നീട് ഏറെ യാതനകൾ സഹിച്ചുകൊണ്ട്, പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നത്. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്തുൽ ഹശ്റിലെ പ്രസിദ്ധമായ ഈ വചനം മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ജീവിതത്തെ പച്ചയായി നമുക്ക് വിവരിച്ചു തരുന്ന ഒരു സംഗതിയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുചരന്മാരും
അവർ എത്തുന്നതിന് മുമ്പ് പരിചിതമല്ലാത്ത ഒരു നാട്ടിൽ, സൗകര്യങ്ങളില്ലാത്തൊരു പ്രദേശത്ത്, കൂട്ടുകാരോ ബന്ധക്കാരോ എന്നും ഇല്ലാത്ത ഒരു നാട്ടിൽ ഇവരെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അൻസാറുകളെ വിശദീകരിക്കുന്നു ഈ ആയത്തിൽ. പ്രവാസ ലോകത്തേക്ക് കടന്നു വരുമ്പോ നമ്മുടെയൊക്കെ അനുഭവം എന്തായിരുന്നു? നമുക്ക് വേണ്ടി പലരും ഒത്താശ ചെയ്തത് കൊണ്ട്, പലരും നമ്മളെ കൂട്ടുകാരായി, സ്നേഹിതന്മാരായി, ഒരുപക്ഷെ പ്രത്യേകമായ ബന്ധങ്ങളൊന്നുമില്ലാതെ തന്നെ നമ്മളെ സ്വീകരിച്ചത് കൊണ്ട്, നമ്മള് അംഗങ്ങളായ നമ്മുടെ സംഘടനകളും അതേപോലെ നമ്മുടെ ബന്ധപ്പെട്ട ആളുകളുമൊക്കെ പലപ്പോഴും നമ്മളോട് സഹകരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ നിലക്ക് ഉള്ള അനുഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള ചില അനുഭവങ്ങളാണ് ഹിജ്റയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീനമാ വസലു ഫിൽ മദീന തആഖു ഫില്ലാഹി അഖവൈൻ അഖവൈൻ. മദീനത്തിൽ ചെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് തആഖു ഫില്ലാഹി അഖവൈൻ അഖവൈൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ, പടച്ചവന്റെ പേരിൽ നിങ്ങൾ ഈ രണ്ട് സഹോദരങ്ങളായി മാറുക. മദീനയിലുള്ളവരും മക്കയിൽ നിന്ന് വന്നവരും, മക്കയിൽ നിന്ന് വന്നവരെ സഹോദരനായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. കുടുംബ ബന്ധങ്ങളല്ല, രക്തബന്ധങ്ങളല്ല, ആദർശത്തിന്റെ പേരിലുള്ള ബന്ധം സ്വീകരിക്കാനാണ്. ആദർശത്തിന്റെ പേരിലുള്ള ബന്ധമെന്ന് പറയുമ്പോ അവൻ മുസ്ലിമാണ്, ഈമാനുള്ളവനാണ്, ആദർശക്കാരനാണ് എന്നൊക്കെ പറയുമ്പോ ആ ബന്ധം എന്ന് പറയുന്നത് അത്രയും പ്രത്യേകതയുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ബന്ധമുണ്ടാക്കാനാണ് അവിടെ വിലക്കെട്ടത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا. നേരത്തെ തന്നെ മദീനയിൽ അവരുടെ നാടുകളും അവരുടെ വീടുകളും ഒക്കെ ഒരുക്കി വെച്ചവർ, മക്കയിൽ നിന്ന് വരുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളെ സ്വീകരിക്കാൻ, വെറും വിശ്വാസവുമായി മാത്രം കടന്നു വരുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി മദീനയിൽ അതിനുവേണ്ടി ഒരുക്കപ്പാടുകൾ നടത്തിയ ആളുകളെ പ്രശംസിക്കുകയാണ് ഖുർആൻ ഇവിടെ ചെയ്യുന്നത്. വല്ലദീന തബവ്വഉ الدار والإيمان, വീടും ഒരുക്കി വെച്ചിട്ടുണ്ട്, വൽ ഈമാൻ, ഈമാനും ഒരുക്കി വെച്ചിട്ടുണ്ട്. തബവ്വഉ الدار والإيمان لاستقبال المهاجرين والمسلمين والمؤمنين الذين جاءوا من مكة. മക്കയിൽ നിന്ന് വരുന്ന ആളുകളെ സ്വീകരിക്കാൻ അവരവിടെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ തന്നെ വിശ്വാസം ഉൾക്കൊണ്ട് മനസ്സിൽ അത് നിറച്ചു വെക്കുകയായിരുന്നു. എന്തിനാണത്? ചെറിയ സൗകര്യ, ആ സൗകര്യങ്ങളാണ് പകുത്തു കൊടുക്കുന്നത്. ഒറ്റമുറിയുള്ളവർ കർട്ടനിട്ട് 2 റൂമുകളാക്കി മാറ്റി, 2 മുറികളുള്ളവർ 1 സഹോദരന് വേണ്ടി മാറ്റിവെച്ച്, 2 ഭാര്യമാരുള്ളവർ ഒരാളെ സഹോദരന് വേണ്ടി വിവാഹം കഴിപ്പിച്ചു കൊടുത്ത്, അങ്ങനെ ജീവിതത്തിൽ എന്തെല്ലാം അവർക്ക് ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ ചെയ്ത ആളുകളെയാണ് ആദ്യം ഖുർആൻ എടുത്തു പറഞ്ഞത്. അദ്ദാർ വൽ ഈമാൻ, അൻസാറുകളെയാണ് അല്ലാഹു ഇവിടെ ആദ്യം എടുത്തു പറഞ്ഞത്. മുഹാജിറുകൾ വന്ന കഷ്ടപ്പാടുകളില്ലേ, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഉതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അങ്ങോട്ട് വന്ന ആളുകളെ പെരുത്തിഷ്ട, അവർക്ക് വല്ലാത്ത മുഹബ്ബത്താണ് ഈ മുഹാജിറുകളോട്. 13 വർഷക്കാലം മക്കയിൽ കടുത്ത യാതനകൾ അനുഭവിച്ചവർ, അതിനിടയ്ക്ക് 2 തവണ ഹബിഷയിലേക്ക് പലായനം ചെയ്തവർ, ഹബിഷയിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പ്രവാസ ജീവിതം അനുഭവിച്ചവർ, വീണ്ടും സമ്പാദ്യങ്ങൾ ഒന്നുമില്ലാതെ
മറ്റൊരു പ്രവാസ ലോകത്തേക്ക് വേണ്ടി യാത്ര ചെയ്യേണ്ടി വന്ന ആളുകൾ. അവരോട് വല്ലാതെ ഇഷ്ടമാണ് അൻസാറുകൾക്ക്. അൻസാറുകൾ എന്ന് പറയുന്നത് മദീനയിലെ മുസ്ലിങ്ങളാ. പക്ഷെ അവർ അൻസാറുകളായത് അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതിന്റെ കാര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മദീനയിലേക്ക് കടന്നു വന്ന വിശ്വാസികൾക്ക് സഹായം ചെയ്തവർ എന്ന അർത്ഥത്തിലാണ് അൻസാറുകൾ എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞത്. ഒരു കാര്യം കൂടെ പഠിപ്പിച്ചു. അവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊരാവശ്യം അവർക്ക് സ്വന്തമായി കാണാൻ സാധിക്കുന്നില്ല. സ്വന്തത്തിന് തന്നെ ആവശ്യമുണ്ടായിരിക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അവർ അത് തിരഞ്ഞെടുക്കുന്നത് എന്ന നഫ്സിന്റെ ഒരു ബഖലുണ്ട്, നഫ്സിന്റേതായ ഒരു ശുഖുണ്ട്. എല്ലാം തനിക്കാകണമെന്ന്, മറ്റാർക്കും ഒന്നും ആയിക്കൂടാ എന്ന്, കിട്ടുന്നതെല്ലാം എന്റേത് സ്വന്തമാണ് എന്ന് വിചാരിക്കുന്ന സ്വഭാവമുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകൾ അവരാണ് പരാജയപ്പെടുക. അതിനെ ആർക്ക് സൂക്ഷിക്കാൻ സാധിക്കുമോ? തന്റെ നഫ്സിന്റെ ശുഖിനെ, ആ ബുഖലിനെ, ലുബ്ദിനെ ആർക്കാണ് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്? അവരാകുന്നു അവരാകുന്നു വിജയികളെന്ന. പ്രവാസ ലോകത്ത് ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ വല്ലാതെ പ്രയാസങ്ങൾ തോന്നാറുണ്ട്. ആരുമില്ലാത്ത, കുട്ടില്ലാത്ത, കുടുംബമില്ലാത്ത ഈ ഒരു സാഹചര്യം എല്ലാം ഒഴിവാക്കി പ്രവാസ ലോകത്തേക്ക് വന്നപ്പോ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഏറെയാണ്. പക്ഷെ അവിടെ കൂട്ടാകേണ്ടത്, ആശ്വാസമാകേണ്ടത് ഈ ആദർശത്തിന്റെ പേരിലുള്ള ബന്ധങ്ങളായിരിക്കണം. അൻസാറുകളും മുഹാജിറുകളും ജീവിച്ചതുപോലെയുള്ള മാതൃകകൾ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ്. من بلاد الشرك إلى بلاد الإسلام وهجرة قلبية وتكون إلى الله عز وجل بتوحيده. രണ്ട് നിലയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഹിജ്റയെ വ്യാഖ്യാനിക്കാം. രണ്ട് നിലക്കുള്ള ഹിജ്റ ഉണ്ട് എന്ന് പറയാം. ഒന്ന് ഹിജ്റത്തുൻ ബദനിയ്യത്തുൻ, ശരീരം കൊണ്ടുള്ള പലായനമാണ്. ആ പലായനമാണ് ദിവസങ്ങളോളം അവർ യാത്ര ചെയ്തുകൊണ്ട് സംഘടിപ്പിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഹിജ്റ പോകുന്നു. സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു. ഒരു ഗൈഡിന്റെ സഹായത്തോടു കൂടി ദിവസങ്ങളോളം എടുത്ത് യാത്ര ചെയ്യുന്നു. അതിലേക്ക് ശത്രുക്കൾ തെരഞ്ഞു വരുന്നുണ്ട്. കൊല്ലാൻ വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. കൊല്ലുന്നവർക്ക് സമ്മാനം കൊടുക്കുമെന്നുള്ള അനൗൺസ്മെന്റുകളുണ്ട്. അതൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പോകുന്നത്. പലരും അങ്ങനെയാ പോയത്. ഓരോരുത്തരുടെയും ചരിത്രം എടുത്തു നോക്കിയാൽ എന്തൊക്കെ ത്യാഗങ്ങളാണ് അതിന് പിന്നിലുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയുള്ള ഒരു യാത്ര കഴിഞ്ഞ് മദീനയിലെത്തുമ്പോ ആ മദീനയിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന സംഗതി എന്നത് നിങ്ങൾ രണ്ട് സഹോദരങ്ങളായി മാറണം. നിങ്ങളുടെ സഹോദരനായിട്ട്, ഇത് നിങ്ങളുടെ സഹോദരനാണ് അൻസാരി, ഇത് നിങ്ങളുടെ സഹോദരനാണ് മുഹാജിർ. നിങ്ങളുടെ ഉമ്മ പെറ്റ മകൻ എന്നുള്ള നിലക്കല്ല, മക്കൾ എന്നുള്ള നിലക്കല്ല, ആദർശത്തിന്റെ കരുത്തുകൊണ്ട്, ആശയത്തിന്റെ കരുത്തുകൊണ്ട് ഇസ്ലാമിലുള്ള ആളുകളെന്ന അൽ മുസ്ലിം അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും അപലാദികൾ ഉണ്ടായാൽ, രോഗങ്ങൾ ഉണ്ടായാൽ, ആ ശരീരത്തിന്റെ ആ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും അതിനുവേണ്ടി വേദനിക്കുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിലെ ഒരാൾക്ക് ഉണ്ടാകാവുന്ന പ്രയാസങ്ങളും ഞെരുക്കങ്ങളും എല്ലാവർക്കും ബാധകമാണ് എന്ന അർത്ഥത്തിൽ
സാഹോദര്യത്തിന്റെ പാഠങ്ങളാണ്, അധ്യായങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നത്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയില്ലേ? മക്കയിലുള്ളപ്പോ അദ്ദേഹത്തിന്റെ യജമാനന്മാർ അദ്ദേഹത്തെ ക്രൂശിച്ചത്, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കല്ല് ഉയർത്തിവെച്ച് ചുട്ടുപഴുത്ത മണലിലൂടെ വലിച്ചു കൊണ്ടുപോയത്, അദ്ദേഹത്തെ അതികഠിനമായി പീഡിപ്പിച്ചത് കറുത്ത വർഗക്കാരനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അതിക്രൂരമായി പീഡിപ്പിച്ചത് ആ ചരിത്രം നമുക്കറിയില്ലേ? വലാകിൻ ലമ്മ വസല ഫിൽ മദീന, മദീനയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു എത്തുമ്പോൾ യദ്കുറു അയ്യാമഹു കാന ഫി അൽ മക്ക, അദ്ദേഹം മക്കയിൽ ഉണ്ടായിരുന്ന ആ സന്ദർഭങ്ങൾ, ആ ദിവസങ്ങൾ അദ്ദേഹം ഓർക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാ, ആ മക്കയോടുള്ള സ്നേഹം, മക്ക എന്തായിരുന്നു അദ്ദേഹത്തിന്? അഭയമായിരുന്നോ? സന്തോഷമായിരുന്നോ? അല്ല. പക്ഷെ ജീവിച്ച നാടും ജീവിച്ച പ്രദേശങ്ങളും നമുക്ക് എന്നും ഒരു നൊസ്റ്റാൾജിയാണ്, നമുക്കെന്നും നമ്മുടെ മനസ്സിൽ എന്നും ഓർമ്മയുണ്ടാകുന്ന ഒരു സംഗതിയാണ്. അത് തന്നെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നത്. അലാ ലൈത ശഅരി ഹൽ അബീതുൻ ലൈലതൻ ബിവാദിൻ വഹൗലി ഇദ്ഖിറുൻ വജലീലു വഹൽ അറദ്ന യൗമൻ മിയാഹ മജന്നത്തിൻ വഹൽ യബ്ദൂന ലി ശാമത്തുൻ വതുഫൈലുൻ. ബിലാൽ റളിയല്ലാഹു അൻഹു പാടുക, ആ എനിക്കൊന്നറിയാമായിരുന്നുവെങ്കിൽ മക്കയിലെ ആ താഴ്വരയിൽ എനിക്ക് ചുറ്റും ഇദ്ഖീർ പുല്ലുകളും ജലീൽ ചെടികളും ഒക്കെ പടർന്നു കിടക്കുന്ന ആ മക്കയിലേക്ക് എന്നാണ് എനിക്ക് ഒന്ന് തിരിച്ചു പോകാൻ സാധിക്കുക എന്നത്. ഒരു രാത്രിയെങ്കിലും അവിടെ എനിക്ക് ഉറങ്ങാൻ സാധിക്കുമോ? മജന്നയിലെ നീരുറവകളിൽ നിന്ന് ദാഹജലം സ്വീകരിച്ചുകൊണ്ട് എന്നെങ്കിലും എനിക്ക് അവിടെ കഴിയാൻ സാധിക്കുമോ? ശാമയും തുഫയിലും ആ മലനിരകളാണ്. ആ മലനിരകൾക്ക് ഇടയിലൂടെ നടന്നു പോകാൻ എന്തെങ്കിലും എനിക്ക് സാധ്യമാകുമോ എന്ന് പാടുന്നുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു. ആരാ ബിലാല്? ആ മണലാരണ്യത്തിലൂടെ അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിന്റെ ശരീരത്ത്, നെഞ്ചത്ത് പാറക്കല്ലുകൾ ഉയർത്തി വെച്ചു കൊടുത്തുകൊണ്ട് ആ കടുത്ത മണലിലൂടെ വലിച്ചു വെച്ചുകൊണ്ടുപോയ അതിക്രൂരന്മാരായ ആളുകളുടെ ആ നാടിനെ സംബന്ധിച്ചാണ് അദ്ദേഹം ഓർക്കുന്നത്. എനിക്ക് ആ മലഞ്ചരിവുകളിലൂടെ, ആ ശാമയുടെയും ആ തുഫൈലിന്റെയും ആ മലഞ്ചരിവുകളിലൂടെ, ആ മജന്ന തോട്ടത്തിന്റെ ആ നീരറവകളിൽ നിന്ന് ഒരൽപ്പമെങ്കിലും വെള്ളം കുടിക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് വേദനയോടുകൂടി പാടുന്ന അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത സഹചാരിയായ അള്ളാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅദ്ദിനായ ബിലാൽ റളിയല്ലാഹു അൻഹു പോലും മക്കയെ സംബന്ധിച്ച് ഓർത്ത് പാടുന്നുണ്ട്. അങ്ങനെ കടന്നു വന്ന ആളുകളാണ് മദീനയിൽ ജീവിക്കുന്നത്. അവരവിടെ അങ്ങനെയാണ് കഴിഞ്ഞുകൂടുന്നത്. നമുക്കിനി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയില്ലേ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിലെ പണക്കാരനാണ്. കാന ഗനിയ്യൻ ഫി മക്ക, മക്കയിലെ ധനികനായ വ്യക്തിയാണ്. തആഹാ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സഹാബ അൽ ജലീൽ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടുകാരനായി കാണിച്ചു കൊടുത്തു, കൂട്ടുകാരനായി സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാ എന്റെ സ്വത്ത്, പകുതി നിങ്ങൾ എടുത്തോളൂ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബറക്കല്ലാഹു ലക്. വഖാല അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ലി സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, ബറക്കല്ലാഹു ലക ഫീ അഹ്ലിക വമാലിക ദല്ലൂനി അല സൂഖ്, ദല്ലൂനി അല സൂഖ്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തും സൗകര്യങ്ങളിലും ഒക്കെ പടച്ചവൻ കൂടുതൽ കൂടുതൽ ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കച്ചവടക്കാരനായിരുന്നു, അതിന്റെ പാരമ്പര്യമുണ്ട്, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എവിടെയാണ് അങ്ങാടി എന്ന്, എവിടെയാണ് കച്ചവടം ചെയ്യാൻ പറ്റാവുന്ന മേഖലകളെന്ന് എന്നെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞ മഹാധനികനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ട്. എവിടെ? മദീനയിൽ പ്രവാസിയായി കഴിയാൻ, അങ്ങോട്ട് വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി കടന്നു വന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് സഹാബത്തിന്റെ ചരിത്രം നമ്മൾ വ്യക്തിപരമായി
ആ വ്യക്തി എന്നുള്ള നിലയ്ക്ക് പല സഹാബികളെയും എടുത്ത് പരിശോധിക്കുമ്പോൾ അത്ഭുതകരമാണ് അവരുടെ ഈ യാത്രയുടെ പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹിജ്റയുടെ പാഠങ്ങൾ അറിയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഓരോ സഹാബത്തിന്റെയും ജീവചരിത്രത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി മുഹമ്മദിനിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി ദുൽ ഫളി വൽ വഫാ. അമ്മാ ബഅദ്. ഉസീകും വയ്യാ സാനിയ ബിത്തഖ്വല്ലാഹ്. പടച്ചറബിന്റെ വിധികളൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുത്തഖികളായി മോമിനുകളായി അള്ളാഹുവിനെ ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു, പ്രത്യേകമായി വസിയത്ത് ചെയ്യുന്നു. വമിൻ അഅമാലി ശഹ്രില്ലാഹിൽ മുഹറം ഇസ്തിഹ്ബാബ് അൽ-ഇക്സാർ ഫീഹി മിന സിയാം. ഈ മാസത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമ്മൾ കരുതുമ്പോൾ ഈ മാസത്തിൽ പ്രത്യേകമായ 2 നോമ്പുകളുണ്ട്. അത്താസുഅ വൽ ആശുറ എന്ന് പറയുന്ന 2 നോമ്പുകൾ സുന്നത്തായ നോമ്പുകളാണ്. അഫ്ദലു സിയാം ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റമളാൻ മാസത്തിന് ശേഷം ഏറെ ശ്രേഷ്ഠകരമായ നോമ്പാണ് മുഹറം മാസത്തിലെ നോമ്പ് എന്ന് പഠിപ്പിച്ചു. സുഇല അൻ സിയാമി യൗമി ആശുറ വഖാല അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത അല്ലതി ഖബ്ലഹു. ഈ നോമ്പിനെ സംബന്ധിച്ച്, ആശുറ നോമ്പിനെ സംബന്ധിച്ച്, മുഹറം 10ന്റെ നോമ്പിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന ഒരു നോമ്പാണ്. ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു കിട്ടാൻ ഇത്രയും വലിയ ഓഫർ മറ്റാരെങ്കിലും നൽകുമോ? അള്ളാഹുവിൻ്റെ ഓഫറാണ്. അള്ളാഹുവിൻ്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന വലിയൊരു ഓഫറാണ്. ഒറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് ഒരു വർഷത്തെ മുഴുവനും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന്. വഖാല ലൈൻ ബഖീത് ഇലാ ഖാബിലിൻ ലാ അസുമന്ന താസിഅ. ഞാൻ അടുത്ത വർഷം കൂടെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 കൂടെ നോൽക്കുമായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജൂതന്മാർ ഈ നോമ്പിൽ അനുഷ്ഠിക്കുന്നവരാണ്. അവരും മൂസാ നബി അലൈഹിസ്സലാം പരാജയപ്പെട്ട മുഹറം 10ന്റെ ആ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നവരാണ് എന്നതുകൊണ്ട് അവരുമായിട്ട് യോജിച്ചു പോകുന്നവരല്ല നമ്മൾ. എപ്പോഴും അവരുടെ മുഖാബിലാണ്, മുഖാലഫാണ് ജൂതന്മാരുമായിട്ടുള്ള. അതുകൊണ്ട് അടുത്ത വർഷം 9 കൂടെ നോക്കും എന്ന് പറഞ്ഞുകൊണ്ട് 2 നോമ്പ് നമുക്ക് സുന്നത്താക്കിയിട്ടുണ്ട്. അതിലൊക്കെ പ്രവർത്തിക്കാൻ, അറിയാൻ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب دعوات يا قاضي الحاجات طيب السلام واجعل الجنه مثواهم. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم احفظ بلادنا وبلاد المسلمين من كل سوء. اللهم اجمع كلمتهم على الحق والف بين قلوبهم. اللهم وفق اللهم اميرنا وولي عهده لهداك واجعل اعمالهما في طاعتك ورضاك واجعل هذا البلد امنا مطمئنا سخاء رخاء دار امن وايمان وسائر بلاد المسلمين. اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين.